നിങ്ങളൊക്കെ അറിയുന്നുണ്ട്, എന്നാലും ചോദിക്കണ സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. എന്താ നിങ്ങളൊക്കെ വിശേഷം? സുഖല്ലേ? ഞങ്ങളെ വീഡിയോസൊക്കെ കാണാറുണ്ട്. സുഖാണ്. എന്താ ഈ സർജറി ഒക്കെ കഴിഞ്ഞോ? മക്കളൊക്കെ സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, ഇനി വരാൻ പോണ കാര്യങ്ങൾ മാത്രം ഓർക്കട്ടാ. ഹലോ ഷാജിദ, എന്താണ്? എനിക്കിത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തോ ഇത് എന്താ പറയാ, ഒരു ചിരി, ഭയങ്കര ചിരി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതുവരെ ഞാൻ ഷാജിക്കെതിരെ പറഞ്ഞിരുന്നു, ഇപ്രാവശ്യം നീ ഒരു പൊട്ടത്തിയാണ്, അതാണ് എനിക്ക് പറയാല്ലേ. നീ ഒരു ബുദ്ധി ഇല്ലാത്തവളാണ് അമ്പം. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് എനിക്ക് തിരിച്ചറിഞ്ഞില്ല അമ്പം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഐസ്മി റനാൻ ഒരു താത്ത കൈസിനെ കുറ്റം പറയുന്നു, പിന്നെ ഹെലനോസ് പാട്ടിനെ കുറ്റം പറയുന്നു, പിന്നെ പിന്നെ പല കുറ്റം പറഞ്ഞു, ഷെഫീൻ ഹബീബിനെ കുറ്റം പറയുന്നു. ഇവരൊക്കെ കുറ്റം പറഞ്ഞ് ഇവരൊക്കെ ബാക്കിയുള്ള കണ്ടന്റ് എടുത്ത് ജീവിക്കണേ, ഇവരെ ബാക്കിയുള്ള കണ്ടന്റ് എടുത്തിട്ട് അരി വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്നു. അപ്പൊ ഞമ്മക്കൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം എന്റെ ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മള് കുറ്റം പറഞ്ഞ് എന്തിനാ ജീവിക്കണേ, അങ്ങനത്തെ ഒരു കണ്ടന്റ് എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് കൂടി, കള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി ഷാജിന്റെ എല്ലാ കാര്യങ്ങളും, പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം ആ പൊട്ടത്തി ഷാജിന്റെ കാര്യങ്ങളൊക്കെ ആ താത്തന്റെ ഓപ്പണായി പറഞ്ഞു ചെയ്ത്. അപ്പൊ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിലെത്തിയപ്പോ എന്താടി, താത്താന്റെ കയ്യിലെല്ലാം കിട്ടിയല്ലോ. അതായത് താത്ത ഒരു എന്താ പറയാ, നിന്റെ അതേ അവസ്ഥയാണ് എനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജിദാനെ നമ്മളെ കെയർ ഓഫിലാക്കിയപ്പം അങ്ങനെ നിന്റെ അതേ അവസ്ഥയാണ് എനിക്കും ഞങ്ങളെ തോന്നുന്നു പറഞ്ഞ സെന്റിമെന്റ് കടിച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിച്ചിട്ട് ഷാജിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഊറ്റിയെടുത്ത്. എന്നിട്ട് താത്ത എന്താട്ടി, താത്ത അടുത്ത ദിവസം മുതൽ എല്ലാം എന്റെ കയ്യിലല്ലേ, അടുത്ത കണ്ടന്റ് ഉപയോഗിച്ചു. താത്ത ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേ കണ്ടന്റ് ചെയ്തോ, നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തോ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ നമ്മള് നല്ല രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആക്കി എടുത്തിട്ട് അത് മുതലെടുത്തിട്ട് വീഡിയോ ചെയ്യണ ശരിയല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്താ സബ്സ്ക്രൈബേഴ്സ് നാളെ അത് പറയും ഇത് പറയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. അതായത് ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെ കയ്യിലെത്തിയപ്പോ പിന്നെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറ്റവും പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. എന്താ താത്ത ഇതിനൊക്കെ പറയാം? എന്താണ് ഒരു പെണ്ണിന്റെ ശത്രു തന്നെ വെറുതെ അല്ല. കാരണം ഒക്കെ ഊറ്റിയെടുത്തിട്ട് പിന്നെ ചെന്ന് വീഡിയോ ചെയ്യണത് ശരിയല്ല. അല്ല നിങ്ങൾക്ക് ഓപ്പണായി പറയും, ഞാൻ നിങ്ങളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് വാട്സപ്പ് നമ്പറും കോളിംഗ് ഒക്കെ ചെയ്ത് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് വീഡിയോ ചെയ്യണം. എനിക്ക് കണ്ടന്റ് ആണ് വലുത്. കണ്ടന്റ് ആണ് വലുത്. കണ്ടന്റിന് വേണ്ടി മാത്രം ഞാൻ നിന്റെ മെസ്സേജ് അയച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. ഓക്കെ, അതിലൊരു അന്തസ്സിട്ട് ഒരു അഭിമാനം ഉണ്ട് താത്ത. റൺതാത്ത എന്റെ മൂത്തനെ, അപ്പൊ നമുക്ക് റൺതാത്ത എന്നൊക്കെ വിളിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരു അന്തസ്സുണ്ട്. അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണമല്ലോ എല്ലാരും കുറ്റം പറഞ്ഞിട്ട് താത്ത നല്ല പുണ്യാളത്തിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഏറ്റെടുത്ത് സാജിനോട് പറയാം, റിയാക്ഷൻ വീഡിയോ ചെയ്യണമല്ലൊക്കെ എന്താണ് നമ്മളെ കുറ്റം പറഞ്ഞ ചോറുന്ന പോലാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലെത്തിയപ്പോ പിന്നെ വീഡിയോ ചെയ്യണത് ശരിയല്ല. അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾക്ക് ആദ്യം പറയാം, സാജിനോട് പറയുന്നു ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്, എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെയൊക്കെ പോയിന്റ് കിട്ടണം, നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണം, ഞാൻ ഇത് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ ഇതിന്റെ കണ്ടന്റ് ആണ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഇതാണ് വരുമാനം കിട്ടുന്നത്. അപ്പൊ എന്നോട് ഞാൻ നിന്റെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിന്റെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചെന്ന് പറയുന്ന ഒരു അന്തസ്സിന്റെ ഒരു അഭിമാനം ഉണ്ട് താത്ത. അല്ലാതെ നിങ്ങൾ ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് മുസ്ലിംസ് നമ്മളങ്ങനെ കുറ്റം പറയും, പിന്നെ നമ്മൾ നാട്ടുകാർ കുറ്റം പറയും. നാട്ടുകാർ നോക്കണ്ട, നമ്മളെ ജീവിതമാണ്, സാജിക്ക് ഇഷ്ടപ്പെട്ട മാർക്ക് ജീവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ വന്ന് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. അത് കണ്ടന്റിന് വേണ്ടിയുള്ള കളിയാണ്. അത് ശരിയല്ല. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. നമുക്ക് കുറച്ചും കൂടെ വീഡിയോ കണ്ടിട്ട് വരാം. അതിപ്പോ മറ്റേ കൈസൂരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താ ഷാജിയുടെ വീഡിയോ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെന്തിനാ വെറുതെ മറ്റുള്ളവരെങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കാര്യം അറിയാതെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ. ഒന്നാമത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എൻ്റെ വീഡിയോ വൈറലായത് ഈ പറഞ്ഞതുപോലെ ഞാൻ ഗൾഫിൽ പോയൊരു വീഡിയോ. അപ്പൊ ഇതാണ് അവസ്ഥ.
ആളെ ഉള്ളു എല്ലാം നമ്മളിട്ട് നേടിയെടുത്തുക ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വാട്സാപ്പ് നമ്പർ വേണം വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റെടുത്തിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യണത് ശരിയല്ല. അപ്പം നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുള്ള എല്ലാവരും നിങ്ങളെ കുറ്റം പറഞ്ഞു. എന്താ സ്മിറന താത്ത നിങ്ങളെല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് നിങ്ങളും വീഡിയോ ചെയ്യണത് ശരിയല്ല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ ഇതാ ഒരു എന്താ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ തന്നെ കണ്ടാലും നിങ്ങൾ വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പം വളരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് എല്ലാം മൂറ്റിയെടുത്തിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യണത് ശരിയല്ല. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ പറയാമായിരുന്നു ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണതാണ്, നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയാമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേമാർക്ക് സെന്റിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഒരാളെ ഹൃദയത്തേക്ക് അടിച്ചു കയറൂലേ സെന്റി പറഞ്ഞിട്ട്, അങ്ങനെ സെന്റി പറഞ്ഞിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഉള്ളുന്ന എല്ലാം വലിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ വീഡിയോ ചെയ്യണേ. അതിനോട് എനിക്കെന്താ യോജിപ്പില്ല. ഒരു നല്ലൊരു പരിപാടിയല്ല തോന്നി, നല്ലൊരു അന്തസ്സിലൊരു പരിപാടിയല്ല തോന്നി. അന്തസ്സിലുള്ള പരിപാടി നിങ്ങൾ ചെയ്യണം. അപ്പം എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ നിങ്ങൾ കുറ്റപ്പെടുത്തി അപമാനിച്ച് വിട്ടിട്ട് പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല താത്ത എന്താണ് ചെയ്യണമെന്ന്. ഓക്കെ, അത്ര നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഇനി ഷാജി ഒരു വീഡിയോ ചെയ്യണം എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്താണ്, ലാസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ.